നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും എന്തുണ്ട്? നമ്മളുടേതായ കയ്യൊപ്പുണ്ട്. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ കർമ്മം ചെയ്യും. ഈ കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വ ബോധമുണ്ട്. പട്ടിയും പോത്തും കർമ്മം ചെയ്യുമ്പോൾ അല്ല മനുഷ്യൻ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ടാണ് ശക്തനായ ഒരു പോത്ത് ദുർബലനായ ഒരു പോത്തിനെ കുത്തി കൊലപ്പെടുത്തിയാൽ അതിന്റെ പേരിൽ ഒരു വിചാരണയും ഒരു ശിക്ഷാരക്ഷ സമ്പ്രദായം നടപ്പിലാക്കലൊന്നുമില്ല. കാരണം എന്താ? പോത്തിന്റെ കർമ്മങ്ങൾക്ക് ഭൗതിക മാനം മാത്രമേ ഉള്ളൂ, ധാർമ്മിക മാനമില്ല. പക്ഷെ ശക്തനായ ഒരു മനുഷ്യൻ ദുർബലനായ ഒരു മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്ത് വേണം? അതിന് നമ്മളുടെ ഒരു മനസാക്ഷി പറയുന്നത് എന്താ? ശക്തനായ ഒരു മനുഷ്യൻ ദുർബലനായ ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തിയാൽ അതിനെന്ത് വേണം? നമ്മളുടെ ഉള്ളിലെ മനസാക്ഷി പറയുന്നു അതിന് ശിക്ഷ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ 170 ആളുകൾ നിരപരാധികളാകുന്ന കുട്ടികൾ ധാരാളം നടന്നിട്ട്, പക്ഷെ അതിൻ്റെ അടുത്ത് നോക്കുക, അവർ നിരപരാധികളാണ്. പക്ഷെ കൂട്ടക്കുരുതി നടത്തി ചെയ്തവരാരും ശിക്ഷിക്കാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിലും അതിന്റെ സാഹചര്യം. പക്ഷെ ഇതൊക്കെ അറിയുന്ന, അതൊക്കെ സംവിധാനിച്ച ദൈവം തമ്പുരാൻ ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു വീണപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അമ്മിഞ്ഞപ്പാൽ അവരുടെ മാതാവിന്റെ സ്ഥാനത്തിൽ മാതാവും പിതാവും ഒന്നും അറിയാതെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതൊക്കെ രൂപപ്പെടുത്തുന്നിടത്ത് വരെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ അവിടെ കൊല ചെയ്യപ്പെടുമ്പോഴും ഇവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ അമ്മിഞ്ഞപ്പാല് മാതാവും പിതാവും അറിയാതെ മാതാവിന്റെ സ്ഥാനത്തിൽ രൂപപ്പെടുന്നിടത്ത് വരെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിരിക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച ദൈവം ആ കാര്യത്തിൽ അശ്രദ്ധമായിട്ട് അങ്ങനെ ഇടുകയില്ലെന്നാണ്. അതിന് പകരം ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. എത്ര അക്രമവും ചെയ്യാൻ ഇവിടെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇതൊരു പരീക്ഷണമാണ് ജീവിതം. ഈ പരീക്ഷണത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നിരീക്ഷണത്തിന് വിധേയമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. ഇതിനൊരു റിസൾട്ട് വരാനിരിക്കുന്നു. മാത്രമല്ല ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കാൻ അനുവാദമുള്ള ലോകത്തിലെ ഒരേ ഒരു പരീക്ഷയാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ല, മറ്റു പരീക്ഷകൾക്കൊന്നും കോപ്പി അടിക്കാൻ അനുവാദമില്ല. അതേസമയത്ത് ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇത് കോപ്പി അടിക്കാൻ അനുവാദമുള്ള പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കോപ്പി അടിക്കേണ്ടത്? ആ കോപ്പി അടിക്കേണ്ടത് ആരെയാണ്? പ്രവാചകന്മാരെ നിയോഗിച്ചത് അതിനു വേണ്ടിയാണ്. അവരെ കോപ്പി അടിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. ഞാൻ അവർ ജീവിതത്തിൽ എങ്ങനെ നല്ല മനുഷ്യനായി ജീവിക്കണം എന്നതിന്റെ മാതൃക കാണിച്ചു. ആ മാതൃകയെ കോപ്പി അടിച്ച് ജീവിക്കുക, അതാണ് വിജയിക്കാനുള്ള വഴി. അങ്ങനെ അവരിലൂടെ, മഹാന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ നല്ല വഴിയുണ്ടല്ലോ, സന്മാർഗം, അതാണ് ഹുദ എന്ന് പറയുന്ന, സന്മാർഗം എന്ന് പറയുന്ന ആ വഴിയിലൂടെ മനുഷ്യൻ ജീവിക്കും. അതാണ് ദൈവപ്രീതിക്ക് കാരണമാവുക. ഇതിങ്ങനെ ജാതി, സമുദായം, മതം, കണ്ടല്ലോ, വർഗം, വർണ്ണം ഇതൊന്നും വെച്ചുകൊണ്ട്, കാരണം ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒന്നില്ല. ദൈവവും ഒന്നാണ്, മനുഷ്യനും ഒന്നാണ്. മനുഷ്യൻ ആകെ കൂടിയുള്ളത് ധർമാധർമ്മ ബോധമാണ്. അതിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ ദൈവത്തിങ്കൽ ആദരണീയരാണ്, അല്ലെ? ദൈവത്തിങ്കൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നവരാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? അവർ ശിക്ഷാർഹരുമാകുന്ന അങ്ങനെ ഒരു ഘട്ടം വരാനുണ്ടെന്ന കാര്യം പ്രവാചകന്മാരിലൂടെ, വേദങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഏതാണ്ട് ഒരു 2/3 ഭാഗവും ഈ കാര്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശകലനം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.